പ്രൈസ് ദി ലോർഡ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒത്തിരി. നമുക്ക് ആ വചനം അറിയാത്തത് കൊണ്ടാണ് ആ സംസാരം നമ്മൾ കേൾക്കാത്തത്. എല്ലാ സാക്ഷ്യങ്ങളിലൂടെയും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴേ ഒരു ഡൈവേഴ്സ് കേസ് പറഞ്ഞില്ലേ അല്ലേ, ആൻസി ഇടുക്കിയിലെ ചേച്ചി. അപ്പോൾ ആ ഡൈവേഴ്സ് കേസ് അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവരെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവം യോജിപ്പിച്ചതല്ലേ, ദൈവം യോജിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. എല്ലാ വിവാഹവും സമ്മതത്തോടെയാണ്, സ്വാതന്ത്ര്യത്തോടെയാണെങ്കിൽ, കുദാശ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം യോജിപ്പിച്ചതാ. പക്ഷെ ആർക്കാണത് അനുഭവവേദ്യമാകണത്? ദൈവം യോജിപ്പിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമാകണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം യോജിപ്പിക്കണതും നമ്മൾ വിശ്വസിക്കണതും രണ്ട് കാര്യമാണ്. ഇപ്പം പ്രവാചകനെ ഒന്ന് പറഞ്ഞേ, പ്രവാചകനെന്ന് കരുതുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനാണെന്ന് കരുതുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം. കർത്താവ് പറഞ്ഞൊരു വലിയ രഹസ്യമാണത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. മത്തായി 10:41, പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രതിഫലം ആശ്രയിക്കണത് എന്തിനെ ആശ്രയിച്ചാൽ? കരുതലിനെ ആശ്രയിച്ചാൽ. കരുതലിനെ ബൈബിളിലെ വിശ്വാസത്തിന് പറയുന്ന വേറൊരു പേരാണ് കരുതൽ. പണ്ട് ഒരു സുവിശേഷത്തിൽ അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. അവൾ ഉള്ളിൽ കരുതിയെന്ന്. ആരാണ്? രക്തസ്രാവ രോഗി അല്ലേ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് അവൾ ഉള്ളിൽ കരുതി. അതാണ് ലൂക്ക 8:40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പോലും ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് കരുതുന്നവർക്ക് ഇന്നും ആ ശക്തി ലഭിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുത്തവർ ഉള്ളിൽ അവരുടെ കരുതൽ വർദ്ധിപ്പിക്കണം. ഉടമ്പടി എടുത്തവർ പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ ഉള്ളിൽ കരുതൽ വർദ്ധിപ്പിക്കണമേ. അതിനാണ് ആന്തരിക ബോധ്യത്തിനാണ് ഈ ഉള്ളിൽ കരുതലെന്ന് പറയുന്നത്. വിശ്വാസത്തിനേക്കാൾ ഇതിന് മൂത്ത സംഭവമാണത്. പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ആ വിവാഹത്തെ ദൈവം ഏത് മാനസിക രോഗത്തിന് ചികിത്സയാണെങ്കിലും ഭർത്താവ് ചവിട്ടി പുറത്താക്കിയാലും തിരിച്ച് ചെല്ലുമ്പോൾ അലമാരി ഉടുപ്പെടുക്കാൻ വേണ്ടി പുരുഷനെയും കൊണ്ട് ചെല്ലേണ്ടതാണ്. പക്ഷേ വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചെന്നല്ലേ അമ്മച്ചി പറഞ്ഞത്. അതാണ് സംഭവം. ഓരോ വിഷയം ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ അപ്പോഴത്തെ ഒരു ഫാമിലി അന്തരീക്ഷം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കടിപിടിയും പിടിവലിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിനെയും കൊണ്ട് ചെല്ലേണ്ടതാണ്. പക്ഷേ ഞാൻ പോലീസിനെ കൊണ്ട് ചെന്നില്ല, പിന്നെ ആരെ കൊണ്ട് ചെന്ന്? അമ്മനെയും കൊണ്ട് ചെന്ന്, ഈശോനെയും കൊണ്ട് ചെന്ന്, ദൈവത്തിനെയും കൊണ്ട് ചെന്ന്. അപ്പോൾ ആരെയാണ് കൊണ്ട് ചെല്ലണത്? അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രേഡിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, ഫെയ്ത്ത് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗ്രേഡ്. അതായത് പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം. ദൈവം യോജിപ്പിച്ചതാണെന്ന് കരുതിയാൽ പിന്നെ നിനക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. അതൊരു കരുതലാണ്. പക്ഷേ ആ വിശ്വാസ പാരമ്പര്യം എന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു പാരമ്പര്യമാണ്. ആന്തരികമായൊരു ബോധ്യമാണത്. കർത്താവ് വിഷയം ഏറ്റെടുക്കും. ഇപ്പോൾ റോഷൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? റോഷൻ എന്നാ പറഞ്ഞത്?
ഉടമ്പടി ചെയ്തു, പക്ഷെ തോറ്റു. അപ്പോൾ എനിക്ക് തോന്നി ഇനി പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ഇനി എന്നാത്തിനാ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത്. പിന്നെ ഞാൻ കരുതി, ഒരു വ്യക്തിയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത്. കൺസെപ്റ്റിൻ്റെ പോക്കുണ്ടല്ലേ. സാക്ഷ്യം പറയുമ്പോൾ ഞാനാണെങ്കിൽ വായും പൊളിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അവരല്ല സംസാരിക്കണത്. സഭയോട് സംസാരിക്കുമ്പോൾ സഭയോട് അവിടെ അനുഭവത്തിലൂടെ ദൈവമല്ലേ സംസാരിക്കണത്. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിളാണ് അവൾ പറഞ്ഞത്. എന്താണ്? ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക്, പരീക്ഷയ്ക്ക് തോറ്റുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയി. എന്താ കാര്യം? ഞാനൊരു വ്യക്തിയോടാണ് ഉടമ്പടി ചെയ്തത്. എപ്പോഴും ഓർക്കണം, ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ശക്തിയോടെ, ഒരു പ്രസ്ഥാനം, ഒരു പ്രതിഭാസത്തോടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വി ആർ കവനന്റ് വിത്ത് എ പേഴ്സൺ, വിത്ത് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ ആരോടാണ് ചെയ്യണം ഉടമ്പടി? ദൈവം ഒരു വ്യക്തിയാണ്. അത് പിതാവ് വ്യക്തിയാണെന്ന് നമ്മൾ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കുന്നതാണ്. മത്തായി ശ്ലീഹ 64-ാം അധ്യായം 26-ാം അധ്യായം 64-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ പറഞ്ഞ്, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാണ്. അപ്പം പിതാവ് ഒരു ശക്തിയുമാണ്, അതേസമയം തന്നെ വ്യക്തിയുമാണ്. ഈശോയും ശക്തിയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 Corinthians 1:24. യേശുക്രിസ്തു ശക്തിയുമാണ്, വ്യക്തിയുമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയുമാണ്, ശക്തിയുമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ മലാഖ പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി. പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, അതേസമയം തന്നെ വ്യക്തിയാണ്. ഈ 3 വ്യക്തികളും സത്തയിൽ ഏകമാണ്. പിതാവ് മാത്രം പ്രസാദിക്കത്തില്ല. പിതാവ് പ്രസാദിക്കും, പുത്രനും പ്രസാദിക്കും, പരിശുദ്ധാത്മാവും പ്രസാദിക്കും. ഞാൻ ചില സമയത്ത് പറയേ, ശരിയോ തെറ്റോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കർത്താവ് തന്ന ഒരു നോട്ടാണ്. ഒരു മഞ്ഞ് കട്ട എടുക്കും, മഞ്ഞ് കട്ടയായിട്ട് കയ്യിലിരിക്കും, അതിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറ്റിട്ട് വീഴും, അതിൻ്റെ അകത്ത് വാതകം മേലോട്ട് പറന്നു പോകും. ഒരേ സമയം തന്നെ 3 അല്ലേ? ഖരം 1, വെള്ളം ദ്രാവകം 1, വാതകം 1. അപ്പം 3 ആയില്ലേ? 3 അവസ്ഥകളാണ്. പക്ഷേ എല്ലാം H2O ആണ്, സത്തയിലേകമാണ്. ഈ ഖരവും ഈ വെള്ളവും ഈ വാതകവും 2 ഓക്സിജൻ തന്മാത്രയും ഒരു 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയുമാണ്. വ്യക്തി 3 സത്തയിൽ ഏകമാണ്. പക്ഷേ ഈ വ്യക്തിയെ പ്രസാദിപ്പിക്കുമ്പോഴാണ് ശക്തി എമിറ്റ് ചെയ്യണത്. അത് ഈ സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഓർക്കണം, ഉടമ്പടിയിലെ മെയിൻ സംഭവം എന്താണ്? അവൻ പറയണത് പോലെയല്ല നമ്മൾ ചെയ്യണത്. അവൻ പറഞ്ഞത് എന്താണ്? ഉടമ്പടി, മരിയൻ ഉടമ്പടിയാകാൻ കാര്യം എന്താണ്? അമ്മയിലൂടെയാണ് അത് വെളിപ്പെട്ട് വന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ സമയമായില്ല എന്നുള്ള മറ്റൊരു 2 നെഗറ്റീവ്സ് പറയും. അപ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഫോർമുലയാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഉടമ്പടിയിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവൻ പറയണ പോലെ ചെയ്തിട്ടാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവൻ പറഞ്ഞതാണ്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അവൻ പറഞ്ഞതാണ്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. അവൻ പറഞ്ഞതാണ്, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. അവൻ പറഞ്ഞതാണ്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അവൻ പറഞ്ഞതാണ്, നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്തൊള്ളാമെന്ന് പറയണതല്ലേ. അവൻ പറഞ്ഞതുപോലെ ചെയ്യാനും അമ്മ പറയുമ്പോൾ അവൻ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഉടമ്പടി ചെയ്തുകൊള്ളാൻ വേണ്ടി നമ്മൾ ഓരോ ഉപചാര പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ദൈവം പ്രസാദിക്കും. വ്യക്തി പ്രസാദിക്കുമ്പോഴാണ് ശക്തി നമ്മളിലേക്ക് വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോയെക്കുറിച്ച് എന്നാ പറഞ്ഞത്?
12:18 മത്തായിയുടെ സുവിശേഷത്തിൽ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിൽ പ്രസാദിച്ചത്? ഈശോ തന്നെ താഴ്ത്തിയപ്പോഴാണ്, അല്ലേ? കുരിശു മരണത്തോളം തന്നെ താഴ്ത്തിയപ്പോഴാണ് പാപത്തിന് പരിഹാരം ചെയ്യാൻ, ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി മനുഷ്യപ്പത് സ്വീകരിച്ചുകൊണ്ട് ദൈവം തന്നെ പരിഹാരം ചെയ്തപ്പോൾ, പിതാവ് പ്രസാദിച്ചപ്പോഴാണ് ആ ശക്തി നമ്മളിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മോശ വഴി നിയമമുണ്ടായി. യോഹന്നാൻ 1:17 മോശ വഴി നിയമമുണ്ടായി, യേശുക്രിസ്തു വഴി കൃപയും സത്യവും കൈയടിച്ച് കർത്താവ് ചൊല്ലി. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ ശക്തി നമ്മളിലേക്ക് വരണം, അല്ലേ? ഉടമ്പടിയിലൂടെ നമ്മൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്താണ്? വ്യക്തിയെ പ്രസാദിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഈ പത്രം, പ്രേക്ഷിത പത്രം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, എന്താ കർത്താവേ, അങ്ങേ അറിയാത്തവരെ അറിയാനാണ് ഞാൻ ഈ വെയിൽ കൊള്ളുന്നത്. നീ കാലുവരുടെ ഉച്ചിൽ കിടന്ന് എനിക്ക് വേണ്ടി വെയിൽ കൊണ്ട് ഒരു കുറ വരച്ചയായിരുന്നു, നീ ഉണങ്ങിപ്പോയില്ലേ? നിൻ്റെ രക്തസാക്ഷിത്വത്തോടും നിൻ്റെ ആത്മസമർപ്പണത്തോടും കൂടി എൻ്റെ വേദനയെ കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് നമ്മുടെ പീഡാനുഭവങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ഇപ്പം നമ്മൾ എളിമപ്പെടുമ്പോഴും എന്താ നമ്മൾ ചെയ്യണത്? പിതാവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവ് എളിമപ്പെട്ടത് കൊണ്ടല്ലേ പിതാവിൻ്റെ ശക്തി പ്രസാദിച്ച് ഈശോയിലേക്ക് വന്നത്. അതല്ലേ എൻ്റെ പ്രിൻസിപ്പിള്, അല്ലേ? ഇപ്പം എളിമ അത്ര നിസ്സാര കാര്യമല്ല, വലിയൊരു കാര്യമാണ്. കൃപ നമ്മളിലേക്ക് ശക്തിയെ സഞ്ചരിപ്പിക്കണ ഒരു പ്രക്രിയയാണ് എളിമയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന എല്ലാവരും എപ്പോഴും അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കണം. കർത്താവ് എളിമ എന്ന പുണ്യം. ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ? കർത്താവ് ഇപ്പം ജിനു ഒരു സാക്ഷ്യം എന്താ പറഞ്ഞത്? പരീക്ഷ എഴുതിയ കാര്യം ആരോടും പറയണ്ട, ജയിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? ആ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു വിഷയമാണ്. മറ്റുള്ള മനുഷ്യർ നമ്മളെ കൊച്ചാക്കി കളയുമോ എന്നുള്ളത്. ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് കൊച്ചാക്കി കളയുന്നതാണ് നമുക്ക് നല്ലത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ കാര്യം കർത്താവ് തന്നെ താഴ്ത്തിയില്ലേ? അവ 2:7 അനുസരിച്ച് കൊണ്ട് ഈ കൃപ പ്രസാദിപ്പിക്കുന്നതും കൃപയെന്ന് പറഞ്ഞ ശക്തിയെ നമ്മളിലേക്ക് സഞ്ചരിപ്പിച്ചെത്തണത് നമ്മൾ താഴുമ്പോഴാണ് വരുന്നത്. അതാണ് പ്രകൃത്യ ദൈവമായിരിക്കവേ ഈശോ അവൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല. അവൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിക്കാതെ ഫിലിപ്പിയർ 2:7 അനുസരിച്ചുകൊണ്ട് അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അത്യധികം ദൈവം ഉയർത്തണത് അത്യുന്നതിൻ്റെ ശക്തിയാലാണ്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് എങ്ങനെയാണ്? അത്യധികം ഉയർത്തുന്നത് എങ്ങനെയാണ്? അത്യുന്നതിൻ്റെ ശക്തിയാലാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ലൂക്കാ 1:34 നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജോലി കിട്ടും, എങ്ങനെ OIT പാസ്സാകും, ഞാനൊരു ബുദ്ധൂസാണല്ലോ, എങ്ങനെ 44 വയസ്സുള്ള 36 വയസ്സുള്ള എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടും എന്ന് നീ ചോദിക്കുമ്പോൾ ദൈവം തരണ ഉത്തരം എന്താണ്? എല്ലാവർക്കും അമ്മയ്ക്കുൾപ്പെടെ, പരിശുദ്ധ അമ്മയ്ക്കുൾപ്പെടെ ഒറ്റ ഉത്തരമേ ദൈവത്തിൻ്റെ കയ്യിലുള്ളൂ. കാര്യം 2 ഉത്തരം ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അമ്മ ചോദിച്ചാലും നീ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ദൈവം ഒറ്റ ഉത്തരമേ പറയത്തുള്ളൂ. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന്. എന്ത് പരിശുദ്ധാത്മാവാണ്? അത്യുന്നതിൻ്റെ ശക്തി. അതിൻ്റെ OITക്കായും നിന്റെ ജീവിത പങ്കാളിക്കായും നിന്റെ വ്യവസായത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഉന്നതിക്കായാലും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് അത്യുന്ന ശക്തി കൊണ്ട് മാത്രമാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ അത്യുന്ന ശക്തി കിട്ടാൻ ഞാൻ എന്നെ തന്നെ എന്തു ചെയ്യണം? തന്നെ താഴ്ത്തണം. അതാണ് വിഷയം. അപ്പോൾ താഴ്മ കിട്ടുന്ന എല്ലാ അവസ്ഥകളെയും നിങ്ങൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട്
സ്വീകരിക്കണം. പ്രൊഫഷൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? റൈറ്റിങ്ങിന് 400 വേണം, സ്പീക്കിങ്ങിന് 410 വേണം. എന്തിനാണ്? മറ്റുള്ളവരോട് പറയണ്ടേ എന്ന് പറഞ്ഞില്ലേ? മറ്റുള്ളവർ ചോദിച്ചാൽ പറയണ്ടേ? അതിനുവേണ്ടി കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് റൈറ്റിങ്ങിന് 400 വേണം, സ്പീക്കിങ്ങിന് 410 വേണം. ജയിച്ചാൽ പോരാ, നാട്ടുകാരോട് പറയാൻ പറ്റുന്ന ഒരു മാർക്ക് വേണമെന്നല്ലേ? അവിടെയൊക്കെ വരുന്ന പ്രശ്നം. അത് തൽക്കാലം ദൈവത്തിനൊരു രീതിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദൈവത്തിൻ്റെ രീതി, ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കും. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മളെ സത്തിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. പ്രാർത്ഥിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ആഗ്രഹങ്ങളെ മാനിക്കും. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അഹങ്കാരമായിട്ട് മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ കൃപ വർക്ക് ചെയ്യത്തില്ല. ആഗ്രഹങ്ങളെ മാനിക്കുമെന്ന് അച്ഛൻ എന്നാ പറഞ്ഞത്? ഇപ്പം ബർത്തിമേവൂസ് അന്ധയാചകനാണ്. അവൻ വഴികേറിയിരുന്നുകൊണ്ട് ദാവീദിൻ്റെ പുത്ര രക്ഷക എന്ന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അല്ലേ? കർത്താവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ കർത്താവ് നിൽക്കുകയും ചെയ്യും, നമ്മളെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അവനെ വിളിച്ചപ്പോൾ കർത്താവ് അവനോട് എന്നാ ചോദിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? മർക്കോസ് 10:51 എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം നിൻ്റെ ആഗ്രഹത്തെ അപ്പോഴേ ബർത്തിമേവൂസ് പറഞ്ഞു, ലോർഡ് ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം കർത്താവ് എന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് അവൻ്റെ കണ്ണുകളിൽ തൊട്ടു, അല്ലേ? നീ ചോദിക്കണത് നിനക്ക് എന്തും ആഗ്രഹിക്കാം, പക്ഷേ ആഗ്രഹം സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നീ പറയണത് മനുഷ്യരെക്കുറിച്ച് പറയരുത്, മനുഷ്യരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയാണെന്ന് പറയരുത്. അപ്പോൾ അഹങ്കാരമായി. ആഗ്രഹത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാണെങ്കിൽ കൃപ കിട്ടാനുള്ള സാധ്യത കൂടും. ഈ ജീവശാസ്ത്രം, പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ജീവശാസ്ത്രമുണ്ട്. അത് പഠിച്ച കാര്യം എളുപ്പമാവും. ഇപ്പം കാനംകാരിയില്ലേ, അവളെ കരഞ്ഞുകൊണ്ട് പുറകെ നടന്നില്ലേ, ഇല്ലേ? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞ, പട്ടികളുടെ മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞ്, കർത്താവേ, പട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങളെ തിന്നാറുണ്ടല്ലോ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? മകളെ, നിൻ്റെ ആഗ്രഹം പോലെ, അതാണ് ആഗ്രഹം. 15:28 മത്തായിയുടെ സുവിശേഷം 15:28. നിൻ്റെ ആഗ്രഹം എന്തായാലും കർത്താവ് മാനിക്കും, അതിന് തെറ്റില്ല. നീ ഇപ്പം 400 വേണം സ്പീക്കിങ്ങിന്, അതുപോലെ തന്നെ റൈറ്റിങ്ങിന് 410 വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് മാനിക്കും. നിൻ്റെ ദൈവം നിൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം, റെഫറൻസ് വരുമ്പോൾ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞേക്കരുത്. ദൈവത്തിന് പറയാം, പക്ഷെ നിനക്ക് പറയരുത്. മറ്റുള്ള മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണെന്നുള്ള പറയുമ്പോൾ ചില സമയത്ത്, ചില സാഹചര്യത്തിൽ ആഗ്രഹങ്ങൾ എളിമ നഷ്ടപ്പെടുത്തും. എളിമ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ചില സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എളിമയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. എളിമ നഷ്ടപ്പെട്ട ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് തന്നെ വരത്തുള്ളൂ. അല്ല, എളിമ നഷ്ടപ്പെട്ടിട്ട് വേറെ ഒരു പൊസിഷൻ അതിനില്ല. അതുകൊണ്ടാണ് എപ്പോഴും എളിമപ്പെടുത്തുക എന്നുള്ളത് ബൈബിൾ പുറകെ നടന്ന് പറയണത്. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്തുവാനും. ആ വാക്കാണ്. സംഖ്യ 8:3 അല്ല, നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ വിട്ടത്, മരുഭൂമിയിലൂടെ പോലും നിങ്ങളെ ഉന്തിത്തള്ളി വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങളെ എളിമപ്പെടുത്താനാണ്. അപ്പോൾ എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എളിമപ്പെടാൻ വേണ്ടി അത് അക്സെപ്റ്റ് ചെയ്യണം. എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ, കർത്താവേ, എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യണത്, എൻ്റെ അഹങ്കാരം കഴുകിക്കളഞ്ഞ്
ഇപ്പോൾ നമുക്ക് ഈ എളിമക്കുള്ള കുഴപ്പം എന്തറിയാവോ? എളിമ ഭയങ്കര ഈ വരാലിനെക്കുറിച്ച് പറയണ പോലെയാണ്. മുന്നാഴി വെള്ളത്തിൽ 3 പേരെ പറ്റിക്കുക എന്ന് പറയത്തില്ല, അതുപോലെയുള്ള എളിമ. നമ്മൾ ഈ എളിമയെന്ന് പറയണ പല സാധനവും ശരിക്കും പറഞ്ഞാൽ ദൈവം സ്കാൻ ചെയ്യുമ്പോൾ എളിമയല്ല അഹങ്കാരമാണെന്ന് മനസ്സിലാവും. നമ്മൾ എളിമയെന്ന് പറയുന്ന ഡ്രസ്സ് പോലും ദൈവം അത് സ്കാൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ചില സമയത്ത് രസത്തിന് വർക്കും, ഈ നെഹ്റുവിനെയും ഗാന്ധിയെയും കാണുമ്പോഴേ ഇടയ്ക്ക് രസത്തിന് വർക്കണതാണ് എൻ്റെ താൻ. നെഹ്റുവിന് ആവശ്യത്തിനേറെ ഡ്രസ്സുണ്ടല്ലേ, എന്തെല്ലാം ഡ്രസ്സാണ് ഉള്ളത്. നെഹ്റുവിൻ്റെ കൂടെ ഡ്രസ്സ് ഇട്ട് ജയിക്കാൻ പറ്റുക? നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റത്തില്ല. എന്താ കാര്യം? നെഹ്റുവിന് ഒരു കുർത്ത, പിന്നെ ഒരു ജാക്കറ്റ്, ഓവർകോട്ട്, ഒരു തൊപ്പി, ഇതില്ലാഞ്ഞിട്ടൊരു പൂവും കൂടി വെച്ചിട്ടാണ് നെഹ്റു നടക്കുന്നത്, ഇല്ലേ? മഹാത്മാഗാന്ധിക്ക് ഉടുപ്പിട്ട് ഒരിക്കലും നെഹ്റുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ തോൽപ്പിക്കാൻ എന്താ മാർഗം? ഉള്ള ഒരു പൂരിക്കളയാനേ പറ്റത്തുള്ളൂ, വടി പിടിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ അവരങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ എളിമ പോലും വേറെ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരാം. ഇതാണ് പ്രശ്നം. ഇതിനാണ് ധ്യാനം വേണമെന്നൊക്കെ പറയണത്. എളിമയുടെ ഈ അഹങ്കാരം ചിലപ്പോൾ എളിമയുടെ വേഷം കെട്ടിയാണ് വരണത്. എഫേസ്യർ 6:12 പറയത്തില്ലേ, ഉന്നതങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവെന്ന്. തിന്മയുടെ ദുരാത്മാവിനൊരു പ്രശ്നം, അവൻ രംഗബോധമില്ലാത്ത കോമാളിയാണ്. തിന്മയുടെ ദുരാത്മാവ് ചിലപ്പോൾ എളിമയുടെ വേഷം കെട്ടി അഹങ്കാരം നിന്നിൽ വസിക്കും. ഇത് നമ്മൾ പല തകർച്ചകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ച് വളർത്തുന്നതാണ്. നട്ടുകാട് മുമ്പിലും സമൂഹത്തിലും ആളാകാൻ വേണ്ടി ചെയ്തു കൂട്ടണ പല ബിസിനസ്സുകൾ, പല പ്രവർത്തനങ്ങൾ, പല പദ്ധതികൾ എല്ലാം നീ ഇടയ്ക്കിരുന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണ കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയണത്, നിൻ്റെ കാനഡയിൽ പോക്ക് ആൻറ്റിയുടെ മകൾ പോയത് കൊണ്ടാണ് പോകണമെന്ന് ചോദിക്കും. ആൻറ്റിയുടെ മകളും ഇല്ല, ആൻറ്റിയും ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കൂട്ടുകാരെല്ലാം കൂടി പോയത് കൊണ്ടാണ് നീയും അങ്ങനെ ഒരു അജണ്ട എടുത്തതെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് നിന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ അവിടെ കാർ ഒന്നിനൊന്ന് മാറണ കൊണ്ടും അവിടെ വീട് അവർ വിറ്റിട്ട് പുതിയ വീട് വെച്ചത് കൊണ്ടാണോ നീ പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ഫോറിൽ പോകാൻ ഉദ്ദേശിക്കണമെങ്കിലേ അറിയാതെ മറ്റുള്ളവരുടെ സാഹചര്യത്തെ സമ്മർദ്ദം കൊണ്ട് നമ്മളും അവരെപ്പോലെ ആകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ പദ്ധതികളുണ്ടാക്കും. ടെൻഷൻ ഇങ്ങനെ കിടക്കല്ലേ അടിക്കാൻ വേണ്ടി. ഇപ്പോൾ റോഷൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ടെൻഷൻ തോന്നിയില്ല എന്ന് പറഞ്ഞില്ല അല്ലേ? ടെൻഷൻ തോന്നുന്നതാണല്ലോ ഈ ആൾക്കാർ ഓരോരോ. ഇപ്പം ഒരു നല്ല വീട് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും. നമ്മൾ ഒരു നല്ല കാറ് കാണുമ്പോൾ ടെൻഷൻ അടിക്കും, നല്ല സാരി കാണുമ്പോൾ ടെൻഷൻ അടിക്കും. ടെൻഷൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ. പള്ളി വരുമ്പോൾ തന്നെയാണ് എല്ലാ ടെൻഷനും കളയാൻ വേണ്ടിയാണ് പള്ളി വരുന്നത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ബനാറസ് സിൽക്കും സാരിയും മറ്റേ കമ്മലും പുതിയ സംഭവം നമുക്ക് ടെൻഷനായി പോകും. ടെൻഷൻ അടിക്കല്ലേ എന്നും പറഞ്ഞാൽ പള്ളി വരുമ്പോഴുണ്ട് കൂട്ടമാണ് ഇടി പോലെ ടെൻഷൻ അടിച്ച് കാണുന്നവരെല്ലാം അവിടെ സ്വർണം കൊണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും, അവിടെ ബ്ലൗസ് കൊണ്ട്, അവിടെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പക്ഷേ എന്താ പറയണത്? ഈ ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥന വരുന്നത്. ഉടമ്പടിയിലുള്ള പ്രാർത്ഥനകളുടെ 14 ആരെങ്കിലും നിങ്ങൾ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെൻഷൻ്റെ പരിണത ഫലമാണ്. ടെൻഷൻ്റെ പരിണത ഫലമാണെങ്കിൽ അത് നിൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് കർത്താവ് പറയണത്, അപ്പാ എനിക്ക് പലതും തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് നീ എന്താണ് തീരുമാനിക്കണത് അതുപോലെ നടന്നാൽ മതിയെന്ന് പറയും. എല്ലാ ടെൻഷൻ അവസാനിപ്പിക്കണം അങ്ങനെയാണ്. ടെൻഷൻ വേറെ രീതിയിൽ അവസാനിക്കാൻ പറ്റും. അപ്പോൾ അവരെന്താ പറയണത്? പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ടെൻഷനില്ല, 2 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ 1.25 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് എനിക്ക് ടെൻഷൻ എന്തുകൊണ്ടാണ് തോന്നാഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ടെൻഷൻ തോന്നാഞ്ഞത്?
ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം ബൈബിളിലുണ്ട്. ടെൻഷൻ അടുപ്പിക്കുന്ന വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരാക്രമത്തെക്കാളുപരി ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധമാണ് നിങ്ങൾ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എന്താ ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം? അതിൻ്റെ പേരെന്താണ്? അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് തരാം. ഫിസിക്കൽ കൈൻഡ് ആണെങ്കിൽ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണെങ്കിൽ അത് പദാർത്ഥമായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ദൈവത്തോട് കൃപ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമായിട്ട് കിട്ടും. അനുഗ്രഹവും അഭിഷേകവും രണ്ടും രണ്ടാണ്. നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അല്ലേ? ടെൻഷൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നീ പോണത്. പക്ഷേ ടെൻഷൻ നിന്നെ വിഴുങ്ങാൻ ഞാൻ ഐസയ 43:2 നമുക്ക് ടെൻഷൻ ഉള്ള സാഹചര്യമാണെങ്കിലും അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ അനുഭവിക്കാത്ത ആഫ്റ്റർ വാട്ട് ഈസ് ഇറ്റ് അനുഭവമാണ്. ഈ ഹൃദയമാണ് എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ടാർഗറ്റാക്കേണ്ടത്. ദൈവവേദന നീ എപ്പോഴും, ഞാൻ ഒരിക്കലേ ഒരു മനുഷ്യനെ CBI ഓടിച്ചിട്ട് റെയ്ഡ് ചെയ്ത് അവസാനം CBI പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ മനുഷ്യൻ വെട്ടിച്ചു പോയി. 14ാമത്തെ നിലയിൽ പോയി ഇരുന്നിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛാ താഴെ CBI ഉണ്ട്, കള്ളക്കേസിൽ പെട്ടിരിക്കുകയാണ് ഞാൻ അകത്തായാൽ അച്ഛൻ മാത്രമേ ലോകത്തറിയത്തുള്ളൂ ഞാൻ അകത്തായെന്ന്. പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യണം, അച്ഛനോട് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സിം ഒടിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നെ അനുസരിച്ച് സിം ഒടിച്ചു കളഞ്ഞു, എന്നോട് വിളിച്ചു വെച്ചു. എനിക്ക് പേടിച്ചു പോയി. കാര്യം ഈ മനുഷ്യൻ, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ മനുഷ്യൻ അകത്താൻ പോണ കാര്യം. അപ്പം ഞാൻ ഈശോനെ പറഞ്ഞു, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ താഴെ നിന്ന് തന്നെ പുറകിൽ നിന്ന് ഞാനിത് പറയണത്. കർത്താവ് എനിക്ക് തന്ന ഒരു വാക്കാണത്, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ആ മനുഷ്യൻ ഈ രാത്രി ടെൻഷൻ അടിച്ചിട്ട് ആ മനുഷ്യൻ നിന്നെപ്പോലെ ചേര വിയർക്കും, ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തും പോകും. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഏത് CBI ആയാലും ശരി, ഏത് നടപടിയായാലും ശരി, അതിൻ്റെ ആവിയും പുകയും അവൻ്റെ ഹൃദയത്തിന് എക്കാത്തൊരു ഹൃദയം കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയുടെ ടാർഗറ്റ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവേ ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് സങ്കീർത്തനം പറഞ്ഞില്ലേ? 57 സങ്കീർത്തനം 1 വാക്യം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴോ എന്ന് പറഞ്ഞ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. കർത്താവേ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഇപ്പം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റാണ് കടന്നു പോകുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്, അത് രോഗമായാലും കടമായാലും ജപ്തി നടപടിയായാലും അത് കടന്നു പോകുമ്പോൾ അതിൻ്റെ ആവിയും പുകയും നിന്നെ അറിയിക്കാതെ കൊണ്ടുപോകാൻ കർത്താവിൻ്റെ ചിറകൊക്കെ കഴിയും. കൈ അടിച്ചു കിടത്താണ് ശുദ്ധപരമദിവ്യകാരുണ്യത്തിന്. തിന്മ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ചിറകിൻ്റെ താഴെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ ഈ തിന്മയുടെ ആവിയും പുകയും നമ്മളെ ഏൽപ്പിക്കാതെ കൊണ്ടുപോകാൻ, അറിയിക്കാതെ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ ഹൃദയത്തെ അറിയിക്കാതെ കൊണ്ടുപോകാൻ. നിൻ്റെ തലച്ചോറ് അറിഞ്ഞാലും നിൻ്റെ ഹൃദയത്തെ കവർ ചെയ്യാൻ കർത്താവിന് കഴിയും. രണ്ടും രണ്ട് ഫാക്കൽറ്റിയാണ്. നിൻ്റെ തലച്ചോറിനറിയാം കടമാണ് കടന്നു പോണതെന്ന്. പക്ഷേ നിൻ്റെ ഹൃദയം അറിഞ്ഞാൽ, തലച്ചോററിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഹൃദയം അറിഞ്ഞാൽ ചിലപ്പോഴത് ടെൻഷൻ അടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോയെന്ന് വരും, ബ്ലോക്കാവും, ഇല്ലേ? അപ്പോൾ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ സങ്കീർത്തനം പറയുന്നത് അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചെന്ന് പറയുമ്പോൾ നിൻ്റെ ഹൃദയത്തെയാണ് കർത്താവ് സംരക്ഷിക്കുന്നത്. അതാണ് നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ടെൻഷൻ അടിച്ചില്ലെന്ന് ദോഷം പറയാൻ കാര്യം എന്താ?
അഭിഷേകമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ എൻ്റെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് നിന്റെ വിനാശത്തിൽ കടന്നു പോകുമ്പോഴും ടെൻഷൻ അടിക്കാതെ, മനസ്സിന് പിരിമുറുക്കമില്ലാതെ എൻ്റെ ഹൃദയത്തെ ഓ ദിവ്യകാരുണ്യമേ, വിശുദ്ധ രക്തത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, വിനാശത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവിൻ്റെ അഭയമാണ് ടെൻഷനെതിരെയുള്ള അഭിഷേകം എന്ന് പറയുന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാര്യമെന്താ, അതിനകത്ത് കുറേ വചനങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട്. 10:9, 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ലെന്ന്, അല്ലേ? സർപ്പത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അഭിഷേകത്തിന് വേറൊരു അർത്ഥമാണ് അധികാരം. അഭിഷേകം എന്ന് പറയുമ്പോൾ വിശ്വാസി കർത്താവും നീയും തമ്മിൽ സ്നേഹത്തിലായി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് അഭിഷേകമാണെങ്കിലും അത് നിനക്ക് തരണത് എന്തായിട്ടാണ്? അനുഭവത്തിൽ എന്താണത്? അധികാരമാണ്. ശത്രുവിൻ്റെ മേലും കടക്കാരുടെ മേലും ബാങ്കിൻ്റെ മേലും ക്യാൻസറിൻ്റെ മേലുമുള്ള അധികാരമാണ്. വിശ്വാസി നീ കർത്താവിലേക്ക് ചായുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് എന്താണ്? അധികാരമാണ്. ലൂക്കാ 10:19 അധികാരം. ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞ് തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം നൽകുന്നവനെ ആരാധിക്കുന്ന ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ദൈവമേത എന്നിലൂടെ കർത്താവ് നിന്നോട് എന്താ പറയണത്? ഏത് വിനാശത്തിന്റെ കൊടുങ്കാറ്റായാലും അത് കടന്നു പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞ CBI സംഭവങ്ങളില്ലേ, ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വേറെ ഒരു സംഭവമാണ്. അതിനുശേഷം പിന്നീട് പിടിക്കപ്പെട്ടു, വിചാരണയുണ്ടായി. വിചാരണ സമയത്ത് ഈ മനുഷ്യൻ CBI ഓഫീസിന് മുമ്പിൽ ജവമാല ചൊല്ലിക്കൊണ്ടായിരിക്കണം. കർത്താവ് മുടിയിരുന്ന ആളിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ മനുഷ്യൻ രക്ഷപ്പെടുത്തി. പിന്നെയും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ റെയ്ഡ് ചെയ്ത ഓഫീസർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് വരും. എന്തിനാണെന്നറിയാവോ? ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ഇന്ന് നിന്നെ വേട്ടയാടുന്ന എല്ലാവിധ പ്രതിസന്ധികളും കടന്നു പോകുക മാത്രമല്ല, ശത്രുക്കൾ കാണുക കർത്താവ് നിനക്ക് വിരുന്നൊരുക്കും കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് 23-ാം സങ്കീർത്തനമാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ശത്രുക്കൾ കാണുക എന്ന് പറഞ്ഞ ശത്രുക്കൾ കാണുക അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. ഞാനത് 100 പ്രാവശ്യം കേട്ടിട്ടുണ്ടേടോ. നിങ്ങളും കേട്ട് കാണും അല്ലേ? എൻ്റെ പാനപാത്രം. കഴിഞ്ഞ ദിവസങ്ങളാണ് എൻ്റെ അർത്ഥം പിടികിട്ടിയത്. കുറച്ച് പരിശുദ്ധാത്മാവ് തന്നതാ. കാര്യം ഇതൊരു വലിയ പണ്ട് ഒരു 10-25 കൊല്ലത്തിന് മുമ്പ് ഞാനൊരു അമേരിക്കൻ പുസ്തകം വാങ്ങിച്ചായിരുന്നു. അന്നൊക്കെ കുറേ പഠിക്കുമായിരുന്നു. കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഓഫ് ബൈബിൾ ലാൻഡ്
അന്ന് 1500 രൂപയാണ് ആ പുസ്തകത്തിന്. അതിൻ്റെ അകത്ത് ഈ ഇടയൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും കുറിച്ചുള്ള അറിവുണ്ട്. അതിലൊരു സംഭവം എന്താണെന്നറിയോ? ഈ സങ്കീർത്തനം നമ്മളിപ്പോൾ കേട്ട വചനം എന്താണ്? എൻ്റെ ശത്രുക്കൾ കാണുകയെ, എൻ്റെ ശത്രുക്കൾ കാണുകയെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. അതെന്താ സംഭവം എന്നറിയാവോ? ഇപ്പോൾ നമ്മളൊരു ശത്രു നമ്മൾ ഓടിച്ചിട്ടെന്ന് വിചാരിച്ചോ, യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഓടുമ്പോൾ നമുക്ക് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടിൽ ഓടിക്കയറും. ഇപ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ശത്രു നമ്മുടെ പുറകെ ഓടണത്. ഇപ്പോൾ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കാണുന്ന വീട്ടിൽ ഓടിക്കയറും. പക്ഷേ യഹൂദൻ്റെ ഒരു പാരമ്പര്യം എന്താണെന്നറിയാമോ? ഒരു ശത്രു അവൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചാൽ പിന്നെ ശത്രുവിനെ ആ വ്യക്തി ഒരു ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച ശത്രുവിന് അവൻ്റെ വീട്ടിൽ കയറാൻ അനുവാദമില്ല. ആ ശത്രു പുറത്ത് നിൽക്കും. പുറത്ത് ഇറങ്ങിയാൽ വെട്ടാൻ പറ്റും. പക്ഷേ എന്നാ പറ്റണമെന്നറിയാമോ? അങ്ങനെ ഒരു വ്യക്തി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ കയറിയാൽ ഇവരെന്താ ചെയ്യണത്? ആദ്യം വിരുന്നൊടുക്കും. അകത്ത് പോയി ഭക്ഷണം കൊണ്ടുവന്ന് ഈ മനുഷ്യന് കൊടുക്കും. ആർക്ക്? അഭയം പ്രാപിച്ചവന്. ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം പറഞ്ഞ വേറെ അർത്ഥത്തിലാണ്. ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ച് തീരണവരെ ഈ ശത്രുവിന് ഇയാളെ രക്ഷപ്പെടുത്താൻ സമയമുണ്ട്. ഈ വീട്ടുകാരന് പുറത്തിറങ്ങി ശത്രുവിനോട് കോംപ്രമൈസ് ടോക്ക് നടത്താനുള്ള സമയമുണ്ട്, ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ. ആ ഒത്തുതീർപ്പ് ചർച്ച വേണമെങ്കിൽ 1 മണിക്കൂറോ 1 ദിവസം വരെ നീട്ടാം. ഈ മനുഷ്യൻ ചപ്പാത്തി തിന്ന് തീരണവരെ. ചപ്പാത്തി ഇയാൾ പറഞ്ഞ പിച്ച് ഇത്തിരി തിന്നണമെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ കണക്ക്, അതാണ് നിയമം, അതാണ്. അതുപോലെ തന്നെ പാനപാത്രം ഒന്ന് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒഴിച്ചു കൊടുക്കും. പിന്നെ അയാൾ സിപ്പ് ചെയ്യും, പിന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരിക്കലും പാനപാത്രം കവിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ബൈബിൾ പറയണത്. 23:5 സങ്കീർത്തനം, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. നിൻ്റെ ശത്രുവിനെ നീ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നവരെ കർത്താവ് നിനക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഓരോ അനുഗ്രഹം തന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ നിലനിർത്തി തരും. കൈ അടിച്ച് കിടത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, വളരെ നല്ല സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിലെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ വളരെ ശ്രദ്ധയോടെ ചെലവഴിക്കേണ്ട സമയമാണ്. ഞങ്ങൾ ആരാധനയിലും അൾത്താരയിലും ഓർത്തുകൊണ്ടാണ് ആരാധന നടത്തുന്നത്. നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥകൾ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി ചെയ്ത മക്കളെപ്പോലെ തന്നെ നിങ്ങളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിങ്ങൾ മുറിയിലാണെങ്കിൽ മൊബൈലുമായി നിൽക്കുക. വാഹനത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കുക. സ്തുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ. Lord Jesus, pour out your spirit. Touch the fire finger. Soak with the Oh Jesus കർത്താവേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുരുക്കൾ, മുഴ, കല്ല് ഇതുപോലെയുള്ള വസ്തുക്കളെയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്നെ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തും. ചിലപ്പോൾ കിഡ്നിയിൽ കല്ലുള്ളവരുണ്ടാകാം. കിഡ്നി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുതുകിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗങ്ങളിൽ കൈവെക്കാവുന്നതാണ്. കുന്നിക്കുരു പോലെ എന്തോ ഒരു സംഭവം, കുന്നിക്കുരുവല്ല,
നമ്മുടെ ഒരുതരം ഇറച്ചിപ്പയറില്ലേ, അതുപോലെ എന്നാ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ആ മേഖലയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് കല്ലാകാം, അല്ലെങ്കിൽ കുഞ്ഞു മുഴകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം സിസ്റ്റുകളാകാം. അവ മുഴകളുള്ളവർ, സിസ്റ്റുള്ളവർ, കണ്ണിന് കൃഷ്ണമണിക്ക് അസുഖമുള്ളവരൊക്കെ കൈകൾ വെക്കേണ്ടതാണ്. കുരുക്കൾ, മുഴ, സിസ്റ്റ് ഉള്ളവർ, ചിലർക്ക് ബ്രസ്റ്റിൻ്റെ അകത്ത് മുഴയുണ്ടാകും. ചിലപ്പോൾ ബ്രസ്റ്റിൽ കല്ലുള്ള പോലെ തോന്നും, ഉള്ളിൽ കല്ലുള്ളവർ തോന്നും. ചിലർക്ക് മൂത്രാശയത്തിൽ കല്ലുള്ളവർ പോലെ തോന്നും. ചിലർക്ക് കണ്ണിലെ കൃഷ്ണമണി കഴച്ച് വിട്ടുപോണ പോലെ തോന്നും. ഇങ്ങനെ മുഴ, കല്ല്, ടിസ്റ്റ്, അതുപോലെ തന്നെ സിസ്റ്റ് ഉള്ളവരെ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit, command you in the name of Jesus Christ to be healed. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിലാ സുഖപ്പെടട്ടെ, തിരുമുറിവിലാ സുഖപ്പെടട്ടെ. Praise the Lord. ഇനി മൂക്കിൽ കൈവെക്കാം. ഇങ്ങനെ വേറെ ഓരോ അവയവം ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയല്ല, കർത്താവ് തരുന്ന ചില സൂചന അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ മൂക്കിൽ കൈവെക്കാൻ അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം, അഡിനോയിഡിൻ്റെ അസുഖമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, മൂക്കിൻ്റെ മുകളറ്റം കണ്ണിൻ്റെ താഴെ പരന്നു വരുന്നവരുണ്ടാകും, ദശ വളരുന്നവരുണ്ടാകും. എവിടെയെങ്കിലും ശരീരത്തിൽ ദശ വളരുന്നവർക്കും കൈവെക്കാവുന്നതാണ്. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് അവിടെ കൈവെക്കാവുന്നതാണ്. ശരീരത്തിനുള്ളിൽ ദശ വളരുന്നുവെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ കൈവച്ച് ഈ നിമിഷം സ്തുതിക്കട്ടെ. ലോർഡ് ജീസസ് കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിനോടിന അസുഖങ്ങളെ, ദശ വളരുന്ന അസുഖങ്ങളെ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ശരീരത്തിലെ മുഴകളുള്ളവന്, ചുറ്റുള്ളവന് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം തേടിയവൻ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. ദൈവം തേടിയവൻ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. ആഹാരത്തിന് ഡയറ്റ് കൺട്രോൾ പറഞ്ഞിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഗ്രൗണ്ട് നെറ്റ്, കപ്പലണ്ടി അങ്ങനെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളാണ്. ആ രോഗികൾക്ക് എന്താ രോഗം, ആ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങൾക്ക് കൈവെക്കാവുന്നതാണ്. ചില ഡയറ്റ് കൺട്രോൾ തന്നിട്ടുള്ളവരെ, ആഹാരത്തിന് പഥ്യം പറഞ്ഞിട്ടുള്ളവരെ, എന്ത് രോഗത്തിനാണോ പഥ്യം പറഞ്ഞത്, കർത്താവ് ആ രോഗത്തിൻ്റെ മേൽ ഇപ്പോൾ അധികാരം നൽകിക്കൊണ്ട് നിന്നെ സുഖപ്പെടുത്തുന്നതാണ്. ആ രോഗത്തിൻ്റെ ഇടത്ത് നിന്റെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭക്ഷണം ഇന്നത് കഴിക്കരുതെന്ന് Lord Jesus, സമർപ്പിക്കുന്ന കർത്താവേ, pour out your spirit. യേശു നാമത്തിൽ I command you in the name of Jesus Christ to be healed. യേശു നാമത്തിൽ കർത്താവേ. അച്ഛനോട് ചേർന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവമേ, ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി പൂർണ്ണമായി സൗഖ്യത്തിനായി ഈശോ കേൾപ്പിച്ചുകൊണ്ട് യേശു നാമത്തിൽ സൗഖ്യത്തിനായി പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സൗഖ്യം നിറയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഈശോയെ, ഇപ്പോൾ രോഗികളായിട്ടുള്ള മക്കള് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അവിടുന്ന് ഏറ്റെടുക്കണം കർത്താവേ. അവരനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തിരുക്കരത്താൽ
യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ജോലിയില്ലാത്തവർ, കുടുംബം കടത്തിലായിരിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാ ജനിതക ദോഷങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ നിർവീര്യമാകട്ടെ. വൈവാഹിക തടസ്സങ്ങള്, സാമ്പത്തിക തടസ്സങ്ങള്, ശാരീരിക തടസ്സങ്ങള്, പ്രായദോഷങ്ങള് യേശുവിന്റെ നാമത്തില് അപ്രസക്തമാകട്ടെ. ഹല്ലേലൂയ. മക്കളില്ലാത്ത വൈവാഹിക ദോഷങ്ങൾ, മറ്റെല്ലാ ദോഷങ്ങള് കർത്താവേ യേശു എടുത്തു മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. താരൻ പൂർണ്ണമായിട്ട് മാറിയ സൗഖ്യ സാക്ഷ്യമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇന്നലെയും അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നതാണ്. താരൻ സോറിയാസിസ്, ചിരങ്ങ് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ സ്വസ്തിക്കായിട്ട് കൈപിടിക്കാവുന്നതാണ്. ഇങ്ങനെ കൈപിടിക്കുമ്പോൾ നമ്മൾ ആസകലം ശരീരമാണ് ദൈവത്തെ ഏൽപ്പിക്കുന്നത്. വാതരോഗികൾക്ക് ഇതുപോലെ സ്വസ്തിക്കായി കൈപിടിക്കാവുന്നതാണ്. വാതരോഗികൾ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള മുഴുവൻ രോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കും. കർത്താവേ, 32 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കർത്താവേ, കൃപാസാക്ഷാൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കണ ദൈവമേ, അനേക രാജ്യങ്ങളിലെ, സംസ്ഥാനങ്ങളിലെ, ജില്ലകളിലെ ഇപ്പോഴീ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്ന മാരക രോഗങ്ങള്, തീരാവേധികള്, ക്യാൻസർ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ് രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോണ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകൾ, PSC പോലുള്ള മത്സര പരീക്ഷകൾ, എൻട്രൻസ് പോലുള്ള യോഗ്യതാ പരീക്ഷകൾ, OIT പോലുള്ള നൈപുണ്യ പരീക്ഷകൾ, അത് ചെയ്യാൻ പോകുന്നവർ, ചെയ്ത് കഴിഞ്ഞവർ, റീകൗണ്ടിങ്ങിന് കൊടുത്തവർ, റീവാലുവേഷന് കൊടുത്തവർ, അതിൻ്റെ ഡേറ്റുകളെല്ലാം ഇപ്പോഴ് നിങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ ആരാധനയിൽ വിദൂരങ്ങളിലും വിദൂര രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഇപ്പോഴും ഡേറ്റ് ഇടുക. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആൻസറിങ് കോളത്തിൽ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, സ്ഥലമളവായാലും ഭാഗ ഉടമ്പടിയായാലും പരീക്ഷയായാലും ജോലിയുടെ ഇൻ്റർവ്യൂ ആയാലും യാത്രയായാലും നാട്ടിലേക്കോ വിദേശത്തേക്കുള്ള യാത്രയായാലും അതിൻ്റെ രേഖാമൂലമുള്ള തടസ്സങ്ങൾ എല്ലാത്തിനും ഡേറ്റ് ഇടുക. നിങ്ങളുടെ ഡേറ്റ് മനസ്സിലോർക്കുക. കൃപാസനത്തിൽ സമയക്കധികാരവുമായാണ് നെഞ്ചിലെ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ അർത്ഥം നമുക്കിന്നും അറിയില്ല. അറിയാവുന്ന അർത്ഥങ്ങളനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഒത്തിരി പേര് അനുഭവസാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ പറയേണ്ടത് സഭയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ സഭ പഠിക്കാൻ ഇടയാക്കണമേ എന്ന് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരീക്ഷകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, എഴുതിയവരെ, ചില വിഷയങ്ങൾ മിസ്സായവരെ, പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കുന്ന, ജോലിയില്ലാത്തവരെ, കടം കയറി വിഷമിക്കുന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, ഭാഗോടുപടി നടക്കാത്തവരെ, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ശക്തി ഉണരട്ടെ. ജീവിത സാഹചര്യങ്ങളിൽ വഴിവിട്ട് നിൽക്കുന്നവർ എല്ലാവരും വിശ്വാസം കുറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. അത് മക്കളാകാം, മരുമക്കളാകാം. നിങ്ങൾ വിശ്വാസം കുറഞ്ഞവർക്ക് വേണ്ടിയും അവിശുദ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ചെന്ന് ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സമർപ്പിക്കുന്ന കർത്താവേ, അവിശുദ്ധ ജീവിതം നയിക്കുന്നവർ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. സ്രാവ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്രാവരോഗികളെ, രക്തസ്രാവ രോഗമാകാം, വെള്ളപ്പൊക്കിൻ്റെ അസുഖമാകാം, അല്ലാതെ എപ്പോഴും ഇങ്ങനെ ജലദോഷം എന്നവരുണ്ടാകാം, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകാം. ഇങ്ങനെ സ്രാവരോഗങ്ങൾ, എല്ലാ സ്രാവരോഗങ്ങളെയും സമർപ്പിക്കേണ്ട സമയമാണിത്. പ്രത്യേക വേദനപ്പാടുകളെയും സമർപ്പിക്കാവുന്നതാണ്. വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്തവരെ, കോടതി കേസുകൾ, അയൽവാസ അതിർത്തി തർക്കങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി. ഇതെല്ലാം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ സങ്കടം അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് പറയേണ്ടതാണ്. മക്കളെ വിളിക്കാത്തവരെ, മക്കളുമായിട്ട് കോണ്ടാക്റ്റ്, ബന്ധുക്കളുമായിട്ട് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടവരെ, മിണ്ടാണ്ടിരിക്കുന്നവരെ, സമ്പർക്കമില്ലാത്തവരെ, നിങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാതെ കടംപിടുത്തത്തിലിരിക്കുന്ന ജീവിത പങ്കാളിയോ മക്കളോ ബന്ധുക്കളോ ആങ്ങളമാരോ ഒക്കെ സമർപ്പിക്കുക. നഷ്ടപ്പെട്ട ഉരുപ്പടികൾ, സാധനങ്ങൾ, രേഖകൾ, മറവി വന്നുപോയ വിഷയങ്ങൾ, എവിടെ വെച്ചു എന്താണ് എന്നും അറിയത്തില്ല, മറവി വന്നുപോയി, ഒപ്പിട്ട് കൊടുത്തോ ഇല്ലയോ, ആ രേഖ എവിടെയാണ്, അവിടെ ഉണ്ടാകുമോ, അത് കോടതി പ്രസൻറ്റ് ചെയ്യുമോ ഇല്ലയോ, മറവി മൂലം ഉണ്ടായ വിഷമതകൾ ഒക്കെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സങ്കടങ്ങളെല്ലാം, ഈ ജീവിത സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കും. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നമ്മളെ എല്ലാവരെ അനുഗ്രഹിച്ച കൃപ ഒഴുകുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ, ശക്തിയോട് സ്തുതിക്കട്ടെ, യേശു നാമം വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ കർത്താവേ ആരാധന, കർത്താവേ ദൈവനാമം മഹത്വപ്പെട്ട, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ട. ഈശോയേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരണ ഈശോയ്ക്ക് ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപൂർവ്വം ചെല്ലട്ടെ. Lord Jesus Christ, pour out your spirit.
the paraffin soak with the precious blood. I cast disease and would cause us from you, by God the Father Almighty, who made heaven and earth as in the container. Let me bless him, bringing health and glory and peace and calm family. And with the duty of the Catholic Church, with the power of Jesus Christ, with the baptism of the Holy Priesthood, I bless our Holy Spirit. പാപങ്ങളുടെ മോചനത്തിന് ശരീരത്തിന് വിശ്വസിക്കുന്ന ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും